നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്ളാറ്റിൽ നിന്നും വീണു മരിച്ച മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അച്ഛൻ രംഗത്തു വരികയാണ്. ഐറിൻ റോയിയുടെ മരണത്തിലാണ് അച്ഛൻ റോയ് ബന്ധുവിനെ സംശയിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 3 വർഷം മുൻപാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഐറിൻ താഴെ വീണ് മരിക്കുന്നത്. കൊച്ചി ശാന്തി തോട്ടേക്കാട് എസ്റ്റേറ്റ് ഫ്ളാറ്റിലെ ഐറിൻ റോയിയുടെ മരണത്തിലാണ് അച്ഛൻ റോയ് ബന്ധുവിനെ സംശയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് പുനരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2021 ഓഗസ്റ്റിലാണ് ചാലക്കുടി സ്വദേശി റോയിയുടെ മകൾ ഐറിൻ ഫ്ളാറ്റിലെ 10ാം നിലയിൽ നിന്ന് വീണ് മരിക്കുന്നത്. 18 വയസ്സുകാരിയായ ഐറിൻ ഫ്ളാറ്റിൽ നിന്ന് തെന്നി വീണ് മരിച്ചെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ ഐറിന്റെ മരണത്തിൽ ബന്ധുവായ പെൺകുട്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പിതാവ്. ഫ്ളാറ്റിന്റെ 10ാം നിലയിൽ ടെറസിൽ സഹോദരനൊപ്പം നടക്കുന്നതിനിടയിൽ കാല് വഴുതി വീണെന്നായിരുന്നു ആരോപണം. എന്നാൽ തന്റെ ബന്ധുവായ പെൺകുട്ടിയുമായി ഉണ്ടായ തർക്കത്തിനിടെ മകളെ തള്ളിയിടുകയായിരുന്നു എന്ന സംശയത്തിലാണ് റോയ്. ഐറിന്റെ മരണശേഷം ആരോപണ വിധേയായ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നുവെന്നും ഉയർന്ന ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നിട്ടും പെൺകുട്ടി വളരെ പെട്ടെന്ന് വിദേശത്തേക്ക് പോയി എന്നും റോയ് ആരോപിക്കുകയാണ്. കൊച്ചി കമ്മീഷണർക്കാണ് റോയ് പരാതി നൽകിയിരിക്കുന്നത്. പുനരന്വേഷണം തുടങ്ങിയ കൊച്ചി പോലീസ് വിദേശത്തേക്കുള്ള ആരോപണ വിധേയരായ പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്നും പെൺകുട്ടിയെ ഇതുവരെ വിളിച്ചു വരുത്തിയിട്ടില്ല. റോയ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും വിശദമായി തന്നെ അന്വേഷിച്ച് ഉടൻ കുറ്റപത്രം നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 3 വർഷം മുൻപാണ് സംഭവത്തിന് ആസ്പദമായ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. 3 വർഷം മുൻപ് വൈകുന്നേരം സഹോദരനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. സഹോദരനും പറഞ്ഞത് നടന്നപ്പോൾ കാല് വഴുതി വീണ് മരിച്ചു എന്നാണ്. 10ാം നിലയിൽ നിന്നാണ് താഴേക്ക് വീണ് മരിച്ചത്. 10ാം നിലയിലെ ടെറസിൽ നിന്നുമാണ് താഴേക്ക് വീണ മരിച്ചത്. എന്തായാലും ഇപ്പോഴാണ് പിതാവിന് ഒരു ദുരൂഹത ഈ ഒരു സംഭവത്തിൽ തോന്നിയത്. 18 വയസ്സുകാരിയായ ഐറിനാണ് അന്ന് ഒരു 3 വർഷം മുൻപ് ഈ 10ാം നിലയിൽ നിന്നും താഴെ വീണ് മരിച്ചത്. ഈ ആരോപണത്തിൽ കൃത്യമായ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പോലീസ് വീണ്ടും ഈ കേസ് പുനർപരിശോധിക്കുന്നത്. 2021 നടന്ന സംഭവമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബന്ധുവായ പെൺകുട്ടിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വേണ്ടി വന്നാൽ വിദേശത്തു നിന്നും ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി കൂടുതൽ ചോദ്യം ചെയ്യാൻ, വിശദമായ ചോദ്യം ചെയ്യാൻ തന്നെ തയ്യാറാവുകയാണ് പോലീസ് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും പിതാവിന്റെ ദുരൂഹത, സത്യം എന്താണ്, ഒളിഞ്ഞിരിക്കുന്ന സത്യം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.